MLA-മാരുടെ പിന്തുണയാണ് പരിഗണിക്കുന്നതെങ്കിൽ KC വേണുഗോപാൽ നിശ്ചയമായും മുഖ്യമന്ത്രിയാവും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനോടൊപ്പമാണ്. ഇനി ഘടകകക്ഷികളുടെ വികാരം കൂടി കണക്കിലെടുത്ത്, ജനവികാരം എന്ന പേരിൽ ഉയരുന്ന ഈ പ്രകടനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഒരു തീരുമാനമെങ്കിൽ അത് VD സതീശനെ പിന്തുണയ്ക്കും. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ അതിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി KC വേണുഗോപാലാണ് മന്ത്രിയാകുന്നതെങ്കിൽ ഒരുപക്ഷെ VD സതീശനും രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുമില്ല. ഇനി രമേശ് ചെന്നിത്തലയാണ് ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുന്നോട്ട് വരുന്നതെങ്കിൽ VD സതീശൻ അതിനോട് യോജിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും സൂചനകളുമില്ല. എന്തായാലും 3 സാധ്യതകൾ മാത്രമാണ് നിലവിലുള്ളത്. നാലാമതൊരു സാധ്യതയെക്കുറിച്ച് ഈ നിമിഷം പോലും ഹൈക്കമാൻഡ് അന്വേഷിച്ചിട്ടില്ല. ഇനി ആ 4ാമത്തെ സാധ്യതയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഇവർ 3 പേരുമല്ല, 4ാമതൊരാൾ വരട്ടെ എന്ന മട്ടിലേക്കാണോ? അങ്ങനെയാണെങ്കിൽ നേതാക്കളുടെ പ്രതികരണം എന്ത്? ഇതൊക്കെ വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ്. കാത്തിരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KCയോ VDയോ RCയോ കാത്തിരിക്കൂ. ഇനി മണിക്കൂറുകളുടെ മാത്രം അകലമേ ഉള്ളൂ ആ തീരുമാനം എത്താൻ വേണ്ടി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സസ്പെൻസ് അങ്ങോട്ട് ഒഴിയുന്നേ ഇല്ല അല്ലേ? സമാനമായി ഈ തെരുവിലേക്ക് ഈ നേതൃയുദ്ധം എത്തിയത് എപ്പോഴാണെന്നറിയാമോ? 91 അന്ന് K കരുണാകരനെതിരെയുള്ള പ്രതിഷേധമാണ് തെരുവിൽ കണ്ടത്. പക്ഷെ അപ്പോഴും K കരുണാകരനോടൊപ്പം ഉറച്ചു നിന്നു ഹൈക്കമാൻഡ് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇതേപോലെയാണ് ഇപ്പോൾ KCക്കെതിരെ VDക്ക് അനുകൂലമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തെരുവിലെത്തിയിരിക്കുന്നു. എല്ലാ പരിധിയും വിട്ടിട്ടുള്ള പ്രതിഷേധമാണ് കേട്ടത്.